പെണ്ണെ തങ്കി ഇവിടെ തൈലമല്ലോ ഇരിക്കണാടി ഉണ്ടെങ്കിൽ എത്തിപ്പുല്ലെങ്കിൽ താന്നെ. അയ്യോ ചേച്ചിയുടെ കയ്യിൽ എന്തിനു പറ്റിയത്? എന്തേലും പറയാ എന്റെ പൊന്നപ്പി, എന്റെ വീട്ടിൽ വരച്ചൊന്നും കയറി വെക്കണല്ല. പണ്ടൊക്കെ അമ്മാവിയാര് നമ്മളടുത്ത് എന്തേലൊക്കെ കാണിച്ചേക്കണടി. തന്നെ ചേച്ചി എന്നെ അതൊന്നും ഓർമ്മിപ്പിക്കില്ലേ. എന്റെ അമ്മായി ആ തള്ള എന്റെ തലയെ കൂടെ തീക്കനല് വരെ വാരിയിട്ടിട്ടുണ്ട്. അതിന്റെ പാട് ഇപ്പോഴും എന്റെ ഉച്ചിയിലുണ്ട്. പണ്ട് അമ്മക്ക് അതൊക്കെ അല്ലേ അറിയാം. ഒന്ന് കാലത്ത് ഞാൻ അവളടുത്തൊന്ന് കയറിയപ്പോഴും അവള് പുട്ടുണ്ടാക്കി വെച്ചേക്കുണ്ട്. പുട്ട് കടപ്പുറത്തെ മതാലച്ച കണക്ക് പൊഴിഞ്ഞടിച്ച് കിടക്കുന്നു. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പുട്ടടിക്കാൻ വല്ല അറിയാമോ? അതൊക്കെ നമ്മള് എത്ര കുറ്റി പുട്ട് താവിച്ച് തള്ളിയിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. പിന്നെ എനിക്കാണെങ്കിൽ ആ കുത്ത് കണ്ടപ്പോഴത്തേക്ക് കോലി പിടിച്ച് ഉറച്ചോണ്ടത്. ഞാൻ അവളെ ചെറിയൊരു കുത്തു കൊടുത്തു. ആ പെണ്ണെ അവിടെ നിന്ന് ഉരുണ്ട് മടിഞ്ഞ് പിണങ്ങി എന്റെ കൈ കഴിച്ച് ഒരു തിരിയോ. ആ കൈ തിരിഞ്ഞപ്പോ എന്റെ കണ്ണെന്ന ഇരുട്ടൊക്കെ കയറിയപ്പോ ഈ കണ്ണു തുറന്നപ്പോ പെണ്ണ് ഫ്രണ്ട് ഇല്ലെന്ന് നോക്കിയപ്പോ അവളെ എന്റെ പെടലേ കയറിയിരിക്കുന്നു. അയ്യോ പിന്നെ അവളെ ഇങ്ങനെ തറയിലിറക്കി ഒന്നും ചെയ്തില്ല. എന്നെ ഇരുന്നത് കഴിച്ചപ്പോ അവളങ്ങി ഇറങ്ങി. ഞാൻ പതുക്കെ താഴോട്ട് എഴഞ്ഞു വന്നു. ഈ തൈലുണ്ടെങ്കിൽ താന്നെ ഓടി വാടി മഴ തോന്ന്. സുരേഷൻ പിറക്കണതിന് മുമ്പേ അമ്മക്ക് എന്നെ പിറക്കണം. ആരും പിറക്കണടി ലക്കി. ചട്ടി പുഴുകൊണ്ടോ നോക്കണേ. ചക്കി വന്നവരെ അമ്മക്ക് രണ്ടുപേരും കൂടെ കളിക്കാടാ. രണ്ടു വീണ അടിയാണേ. ഇത്രയും വലിയ പാവേ. അപ്പൊ നിന്റെ അമ്മമ്മ കന്യാകുമാരി പോയിട്ട് വന്നാ? ഇപ്പൊ വന്നതേ പാവ കണ്ടപ്പോ തന്നെ ഞാൻ എടുത്തോണ്ട് വന്ന് നമുക്ക് കളിക്കാം. ഒത്തുകൂടെ നമുക്ക് കളിക്കാൻ താടി. അമ്മ എന്നെ അടിക്കും താമസിച്ചാ പോണ്. പിന്നീട് വരാമേ, മുട്ട അടിച്ചേരാമേ. കടയിൽ ചെല്ലുമ്പോഴേ ചേച്ചിന്റെ കൈ വിട്ട് പോവല്ലേ. തന്മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി പോക്കിരി മാങ്ങ അങ്ങനെ പടുത്തു തൂങ്ങുന്നു. ഒത്തിരി പാട്ടന്റെ അടുത്ത് ചോദിക്കോ. കാക്കിരി പൂക്കിരി തന്മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങ അങ്ങനെ പടുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരെങ്ങനെ ആർത്ത് വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാക്കിൻ കൈകൾ കൊമ്പ് കൊളുക്കുന്നു. കാക്കിരി പൂക്കിരി നാലഞ്ചെണ്ണം നിലത്ത് വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിന് സമ്മാനം. നീ അത്രയും പഠിച്ചാക്കി. ഇന്നലെ പഠിപ്പിച്ച കാക്കിരി പൂക്കിരി പാട്ട് എല്ലാരും പഠിച്ചോണ്ട് വന്നാ? പാറു എണീറ്റത് പാടിയാണ്. കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളെല്ലാം പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്ത് വിളിക്കുന്നു. കൈകൾ കൊമ്പ് കുലുക്കുന്നു. കാക്കിരി പൂക്കിരി അടുത്ത ഡുണ്ടു. കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി പൂത്തിരി ചെപ്പോ കമ്പിത്തിരി മത്താപ്പോ. അതിരി പൂത്തിരി പൂത്തിരി മത്താപ്പല്ലടാ മാലപ്പടക്കാൻ കൈ കരുന്നിട്ടാ. പാടാൻ പറഞ്ഞപ്പോ സിനിമ പാട്ട് പാടിയെ പറ്റിക്കണം. അടുത്ത ചക്കിയ നീര്. നീ എവിടെ നിന്നാ അത്? നീ ഇരിക്കണ്ട. കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി ബാക്കി പാട്. കാക്കിരി പൂക്കിരി കാക്കിരി പൂക്കിരി മറന്നുപോയി. അതിന് നീ പഠിച്ചെങ്കിലല്ലേ നിനക്ക് ഓർമ്മ കാണുള്ളൂ. കഴിഞ്ഞായിരുന്നീട്ടടി. രണ്ടും കൂടെ രാവിലെ ഒരിയും കെട്ടിഞ്ഞ് വന്നോളും. നാളെ രണ്ടെണ്ണം അച്ഛനെ അമ്മേനെ വിളിച്ചോണ്ടല്ല സ്കൂളിൽ കയറി പോയരുത്. ഞാൻ നാളെ വരൂല. അയ്യോ തുള്ളപ്പല്ലിയാണെന്ന് പറഞ്ഞേ. അയ്യോ റോസിനൊക്കെ പനി പിടിച്ചാ? എന്തേലും പറയട്ടടാ ചെറുക്ക. കാലം കത്തനാൽ എന്റെ ഉച്ചമണ്ടയിൽ ഒരു ആണി അടിച്ചില്ല. അത് ഇന്നലെ കുളിച്ചപ്പോ അങ്ങോട്ട് ഇളകി പോയടാ. ആ ഊട്ടെ കൂടെ വെള്ളം എന്റെ മണ്ട ഇറങ്ങി. എനിക്ക് ചുമയും ജലദോഷവും പനിയും പിടിച്ച് ഞാൻ ഒരറ്റത്തിരിക്കണേ. അയ്യോ പെണ്ണെ തലയിൽ വെള്ളം കെട്ടിക്കിടന്നാലേ തലച്ചോറ് പഴനിയാവും. കൊള്ളാം. ഇനി അതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എപ്പി ഓരോ പ്രാവശ്യം തുമ്മുമ്പോഴും ഈ തൊളയെന്ന് ഈ രണ്ട് ചോറ് വെച്ചാണ് തെറിക്കണേ. നീ കണ്ടില്ലേ ഈ ഉറുമ്പരിച്ചിടക്കണ എന്റെ തലച്ചോറാണടാ. അയ്യോ പാവം. നിനക്ക് കാപ്പിവെള്ളം വല്ലതും വേണോ എണ്ണേ? ഓടാ 2 വാഴക്കപ്പം കൂടെ വേണം. ഞാൻ ഇതുവരായിട്ട് ഒന്നും തിന്നില്ല. അങ്ങേരെ മൂത്രം പരിശോധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് 2 ആഴ്ച. ഇപ്പഴാണ് കണക്കിന്
വെറുതെ കിട്ടിയതും തന്നെ അതപ്പോ ശരിയല്ലെന്ന് തോന്നുന്നു കേട്ടോ. മൂത്തോട് കളയോ എന്തോ ചെറുക്കന്തൊരു മനുഷ്യനെ പഠിക്കാൻ വഴി കയറിക്കണം. മഴയില്ലാർക്കാങ്ങാട്ടി കണ്ണൊക്കെ പൊടിഞ്ഞാൽ ഇതുകൊണ്ട്. ഞാനാണ് കുട്ടിച്ചാത്തൻ കിട്ടുണ്ണി. മേഡമാണ് തന്നെ കുപ്പിന്ന് തുറന്നു വിട്ടത്. അതുകൊണ്ട് ഇന്ന് മുതൽ മേഡത്തിന്റെ അടിവെക്കണ്ണാണ് ഞാൻ. ഓ വിവരയില്ലാത്ത എന്നെ നീ മേളോന്ന് വിളിക്കണേ ചങ്കിച്ചിട്ട് പോയോ. ഓടക്കാരോട് പറഞ്ഞ് സ്കൂളിൽ പാർക്കാ എന്റെ വായനൊന്നും നീ കേട്ടല്ലേ. അങ്ങനെ പറയല്ലേ മേഡം. മേഡത്തിന്റെ ഒരു ആഗ്രഹമെങ്കിലും സാധിച്ചു തന്നിട്ടേ എനിക്ക് എന്റെ വീട്ടിൽ പോവാക്കോളൂ. ഈ ചെറുകനക്കാരനെ പോകുന്ന മുട്ടി നിന്നെ കൊണ്ട് പറ്റോ നോക്കട്ടെ. നീ ഇല്ല കാണാൻ തെങ്ങുണ്ട് അതിന്റെ മണ്ടേന്റെ ക്യാച്ച് നിന്നെ കൊണ്ട് പറ്റോ ഞാൻ നോക്കട്ടെ. മേഡത്തിന്റെ ആഗ്രഹം നടക്കട്ടെ. ജീം ബൂം വാ. അയ്യോ മേഡത്തിന്റെ ഒരു ആഗ്രഹമേ എനിക്ക് സാധിച്ചു തരാക്കോളൂ. അപ്പൊ ശരി ടാറ്റാ. കുഴിയാനേ വാ 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 പാലും പഴവും തരാ ഞാൻ. കുഴിയാനേ വാ. കുഴിയാനേ വാ 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 പാലും പഴവും തരാ ഞാൻ. ചെറുക്കാ പാലും പഴവും തരാ. ഇത് പാമ്പിന്റെ പൊത്തൊന്നുമില്ല. ഞാൻ കുഴിയാനേണ് പോർക്കാ. ഇവിടെ വീട് നോക്കിയോ. അയ്യോ എന്റെ നടുവേ. അയ്യോ എന്നെ നടുവെടുത്തപ്പോ സമാധാനമായ പിള്ളേരെ. വലിയ കുഴിയാണ്. ചെറിയ കുഴിയായിരുന്നു. എടുത്തിടാ. ഈ കുഴിയാനെ എന്തായാലും ഇവിടെ മരിക്കും. നമുക്ക് വേഗം കൊണ്ടുപോയി വരപ്പിക്കാം. ഇത്ര മണ്ണ് മാറ്റി നീ കൊണ്ടുപോകണം മണിക്കുട്ടാ. കുഴിയാനെ ഇട് ഇട്. അയ്യോ ഈ പിള്ളേരുടെ നടു വീണ്ടും ഓടിച്ചേ. അയ്യോ കുഴിയാനെ ആദ്യം ഇന്ത്യയുടെ പടം വരയ്ക്കണേ. ഇന്ത്യയുടെ പടോ? അതെന്തീ ഈ ഇന്ത്യ എന്റെ കുഴിയിൽ ഇല്ലായിരുന്നല്ലോ. എടണ്ടുണ്ടോ ഈ കുഴിയാനെ പടം വരയ്ക്കണില്ലല്ലോ. നില്ലടാ അതിപ്പോ വരയ്ക്കും. വര കുഴിയാനെ. അയ്യോ എന്റെ പല്ലേ. എടാ ചുണ്ടു നീ മാറിക്കൂടെ. അത് അങ്ങോട്ടാണ് വരയ്ക്കുന്നത്. അത് വരയ്ക്കട്ടെ. എന്റെ കുഴി പോണ വഴി ആടായിരുന്നോ എന്തോ ഇതിലായിരിക്കും. കുഴി എവിടെ ഒന്നും കാണാനില്ലല്ലോ. അയ്യോ എന്റെ കുഴി എവിടെ എന്തോ. കുഴിയാനെ ഇപ്പൊ ബ്ലാക്ക് അറിയപ്പോ അത് ചോദിക്കാം. അയ്യോ അയ്യോ അതൊക്കെ പിള്ളേരെ കാരണം. വര കുഴിയാനെ. ഇനി രക്ഷയില്ല. അയ്യോ ഈ പിള്ളേരെ ഞാൻ അടിച്ച് കൊല്ലം മാറ്റിക്കോ. ഇങ്ങോട്ട് പോ കുഴിയാനെ. ഇവിടെ കുഴിയാനെ. അയ്യോ ഈ കുഴിയാനെ ചത്ത്. നമുക്കെടുത്താ എറുമ്പ് കൂട്ടിക്കൊണ്ടിട്ടുണ്ട്. അത് എറുമ്പ് വന്നിട്ടോളൂ. നമുക്ക് വേറെ പോയി പിടിക്കാം. വാ തങ്കി ചേച്ചിയെ ചന്തയപ്പാകുമ്പോ പറയണേ നമ്മ കൂടി 50 രൂപയ്ക്ക് മീൻ മേടിക്കണം. എടി പെണ്ണെ എന്റെ പറഞ്ഞിട്ടുണ്ടെ വെളിയേറെ കൂ വിളിക്കില്ലേന്ന്. വീട്ടില് പെമ്പിള്ളേരുണ്ടെങ്കിൽ വെളിയറിയൂല. ചേട്ടൻ എന്തേലും പറയണത്. പെങ്കൊച്ചുങ്ങള് വീട്ടിലുണ്ടെന്ന് അറിഞ്ഞാലല്ലേ നമുക്കല്ല ആലോചനകള് വരോളൂ. പിന്നെ ഞാൻ എന്നും ഇങ്ങനെ അങ്ങ് നിന്നാ മതിയാ. അയ്യേ ഒരു നെത്തോലത്തല ചുറ്റുന്ന തിന്നാൾ ആവതിയാനെ കൊണ്ടാടി. അവള് കല്യാണം കഴിക്കാൻ വന്നേക്കണേ. അവള് ക്യാൻപടി വീടിനകത്ത്. പിന്നെ ഞാൻ ഇവിടെ മൂത്തരിച്ച് പോവാനാണോ? ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ പോവായിരുന്നു. ഓ മാറത മാറത ഞാൻ മൊത്തം മണഞ്ഞു. മഴ വീണേന് മുമ്പേ നിങ്ങൾ സ്കൂളിൽ വന്നാടാ? ഓ ഞാൻ സ്കൂളിൽ എത്താറായപ്പോ മഴ പെയ്തു. ഞാൻ ഓടിയും ക്ലാസ്സിൽ കയറി. കൊട എടുത്ത് വേനകത്ത് പെറ മൊത്തം നനയാണ്. എന്റെ കൊടയും ബാഗും മൊത്തം നനഞ്ഞു. എന്റെ ബാഗ് മൊത്തം നനഞ്ഞു. ഞാൻ അവിടെ കൊണ്ട് ഉണക്കാൻ വെക്കട്ടെ. മാറണോടുണ്ടു. പറഞ്ഞു കൊടുക്കോടാ. നീ മൂത്രമൊഴിച്ച തന്നെ ഇത്. നീ മൂത്രമൊഴിച്ച എന്നാലും ചക്കി അമ്മയുടെ ഇരിക്കുന്ന ബെഞ്ചല്ലേ നീ മൂത്രമൊഴിച്ചത്. മൂത്രമൊഴിക്കണ്ടായിരുന്നു. പാടലുണ്ടോ കളിക്കാൻ പോവാം. വാ. ഓ അല്ലെങ്കിൽ വേണ്ട ഞാൻ വരണില്ല. എനിക്ക് വയ്യടി കളിക്കാൻ പോവാം. എടി നമ്മൾ ഇപ്പൊ ഇവിടെ നിറങ്ങാണ്ട് അച്ഛന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കയറിക്കേണ്ടി ഒരു 5 മിനിറ്റ് നമ്മൾ ഇപ്പൊ ഇവിടെ നിറങ്ങേണ്ടി. അയ്യോ എടാ കള്ള നീ ബൈക്കിൽ ഊറ്റാണ്. ഇങ്ങോട്ട് ചേട്ടാ ഒരു കള്ള ബൈക്കിൽ എന്നെ ഇതാര വണ്ടി? ആ എന്തോ എന്റെ വണ്ടി. അടി മേടിച്ച് കൂട്ടിയത്.
അയ്യോ ഡോക്ടറെ പെട്ടെന്ന് നോക്കണേ. അയ്യോ എന്തിനാ പറ്റിയത്? പെട്ടെന്ന് ശ്വാസം പിടിച്ചേ. ആ ആ വലി വലി. അയ്യോ ഡോക്ടറെ എന്റെ കയ്യല്ല അവന്റെ കയ്യാണ് ഒടിഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണോ രോഗം? ഞാൻ അങ്ങോട്ട് തള്ളിക്കറി അങ്ങോട്ട് മാറി. അയ്യോ ഡോക്ടറെ മരത്തിന് വീണ് എന്റെ കൈ ഒടിഞ്ഞു ഡോക്ടറെ. അവനെ സയ്യാൻ വയ്യേ. നോക്കട്ടെ. അയ്യോ ഒടിഞ്ഞെന്നാ തോന്നുന്നു. ഒരു എക്സ്റേ എടുത്ത് നോക്കാം. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഡോക്ടർ അത് വേണ്ടി വരുമെന്ന്. അതുകൊണ്ട് വയറിന് വേണ്ടി ഞാൻ ഒന്ന് എടുത്തോണ്ടിരുന്നാണ്. ഇന്നാ ഡോക്ടർ എക്സ്റേ. എക്സ്റേ അല്ല എസ്റേ. എല്ലാം കരുതിപ്പോൾ തന്നെയല്ലേ വന്നതും. ഞാൻ എനിക്ക് ഇതില് പൊട്ടലൊന്നും കാണാനില്ലല്ലോ. ആ കൈ നേടുന്ന ഇടിക്കണം. ഈ കൈന്റെ എടുത്ത പോലെ ഇതില് പൊട്ടലൊന്നും ഇപ്പൊ നല്ലോലെ പൊട്ടിട്ടുണ്ട്. ഇനി തന്നെ ക്ലാസ് എടുക്കാം. ഉപയോഗമില്ലാതെ ക്ലാസ് എടുത്തിട്ട് കാര്യമുണ്ടാ. 2 മാസം നല്ല രീതിക്ക് റെസ്റ്റ് കൊടുക്കണം. നല്ല ആഹാരം കഴിക്കണം. എല്ലാം ഒരു പിടിക്കാൻ ഉള്ളതാണ് കേട്ടാ. അത് നന്നായി ഡോക്ടറെ. ഇല്ലെങ്കിൽ നമ്മൾ പൊട്ടാതെ പ്ലാസ്റ്റർ ഇട്ട് മണ്ടത്തരം കാണിച്ചിരുന്നു. അത് ദൂരം കിട്ടാം.